ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിനി ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൈകുണ്ഠ സ്വാമികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇപ്പോൾ ഓരോ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഓരോ വീഡിയോസിൽ അല്ലെ കുറച്ചേ ഉള്ളെങ്കിൽ 2 ആൾക്കാരെ വെച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരെക്കുറിച്ച് ഒരു വീഡിയോയിൽ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് കേട്ടിരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇനി അടുത്തത് ചട്ടമ്പി സ്വാമികൾ. ഈ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമവും ജനനസ്ഥലമൊക്കെ മുൻപേ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന് മെയിൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ നമുക്ക് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നോക്കാം. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജനനം തിരുവനന്തപുരത്തെ കണ്ണമ്മൂല. യഥാർത്ഥ നാമം അയ്യപ്പൻ. യഥാർത്ഥ നാമമായിരുന്നു യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നത് ആരുടെ യഥാർത്ഥ നാമം ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം എന്നതും മുന്നോട്ട് വെച്ചത്. എന്നാൽ മിശ്രഭോജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചട്ടമ്പി സ്വാമികളായിരുന്നു. മിശ്രഭോജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചട്ടമ്പി സ്വാമികളായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അധസ്ഥിതരുടെ ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചത് ചട്ടമ്പി സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് പേരുകൾ, അദ്ദേഹം വേറെ കുറേ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, കേരള യോഗീശ്വരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഏതൊക്കെ പേരുകളിൽ? ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജൻ, കേരള യോഗീശ്വരൻ എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. മിശ്രഭോജനം എന്ന ആശയം ചട്ടമ്പി സ്വാമികളുടെ ഇതാണ്. ജനനം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ. യഥാർത്ഥ നാമം അയ്യപ്പൻ. അദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തത് ചട്ടമ്പി സ്വാമികളായിരുന്നു. പിന്നെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഈ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഓരോ ആൾക്കാരെയും തന്നിട്ട് അതിൽ തെറ്റായ ജോഡി ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഒക്കെ ഈ കൃതികളൊക്കെ മാറി നൽകാറുണ്ട്. പിന്നെ ഈ പ്രസ്താവന ചോദ്യത്തിനും കൃതികൾ ഇന്നയാളുടെ കൃതിയാണ് ഇന്നത് എന്നൊക്കെ തന്നിട്ട് ചോദിക്കാറുണ്ട് പ്രസ്താവന ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ കൃതികൾ, ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്: വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യപുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. സമാധി കൊല്ലം ജില്ലയിലെ പന്മന. സമാധി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. ജാതിമത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജനനം തിരുവനന്തപുരത്തെ കണ്ണമ്മൂല. യഥാർത്ഥ നാമം അയ്യപ്പൻ.
അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജൻ, കേരള യോഗീശ്വരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മിശ്രഭോജനം എന്ന ആശയം ചട്ടമ്പിസ്വാമികളുടേതാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യപുരോഗതി സാധ്യമാകൂ എന്നദ്ദേഹം വിശ്വസിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ. സമാധി കൊല്ലം ജില്ലയിലെ പന്മന. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കോഡ്സ് ടെക്സ്റ്റ് ബുക്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് വായിക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അടുത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. നെക്സ്റ്റ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. ഈ കോഴ്സൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കോഡ്സ് ഏതൊക്കെയാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ അദ്ദേഹം ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ പ്രയത്നിച്ചു. സർവമത സാഹോദര്യത്തിനു വേണ്ടി പ്രയത്നിച്ചു. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നത് ആലുവയിലെ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. ആലുവയിലെ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു വെച്ചു. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു കോട്ടാണ്, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്നാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹ്യ മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ചു നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിതജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അപ്പോൾ സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരുവിൻ്റെത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903. അപ്പോൾ ജനനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. കൃതികൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം. കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം. പിന്നെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഈ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ആലപ്പുഴ ജില്ലയിലെ കളവാങ്കോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറത്ത്, ദീപപ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രത്തിൽ, ശാരദാ പ്രതിഷ്ഠ ശിവഗിരി ക്ഷേത്രത്തിൽ, ഓം എന്നെഴുതിയ കണ്ണാടി കളവാങ്കോടത്ത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആയിരിക്കണം.
എന്താണ് ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം അദ്ദേഹം വിദ്യാലയങ്ങൾക്കും നൽകിയിരുന്നു. അപ്പോൾ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഇത്രയാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ, അങ്ങനെ എല്ലാവരെക്കുറിച്ചും കുറച്ച് ആൾക്കാരെ കൂടി പറയാനുണ്ട്. നവോത്ഥാന നായകരെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാം ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മടുപ്പ് തോന്നും എന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ടായി പറയുന്നത്. വേഗം തന്നെ ഈ ഒരു ചാപ്റ്റർ തീർക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.